നേരത്തെ പറഞ്ഞ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ ഈമാൻ എന്നതിന് തടസ്സപ്പെടുന്ന, ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രബോധകന്റെ പ്രബോധനത്തിനും ആ പ്രബോധകനിലുമുള്ള വിശ്വാസം കൊണ്ട് ഒരാള് ദൃഢതരമായി കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. നേരെ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ വെട്ടിത്തുറന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെയുള്ളത് ഈമാനല്ല, അത് യഖീനാണ്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. എല്ലാ രഹസ്യങ്ങളും അനാവരണം ചെയ്യപ്പെട്ടാൽ പിന്നെ ഉണ്ടാവുന്നത് ഈമാനല്ല. അതുകൊണ്ടാണ് ഖുർആൻ വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്നിടത്ത് ദുനിയാവിൽ വിശ്വാസികൾ പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളിൽ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായി പറയുന്നത് തന്നെ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവരാ മുഅ്മിനീങ്ങൾ. കേട്ടതുകൊണ്ട് അനുസരിക്കുന്ന ഒരു വിഭാഗം. ഞാൻ പറഞ്ഞല്ലോ, ചില മുഖവുരകൾ വിഷയത്തിന് വേണ്ടി വരും. വിഷയത്തിലേക്ക് കയറാനുള്ള മുഖവുരകളാണ് ഒഴിവാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഉദാഹരണത്തിന് ഹാർഡ്വെയർ ഒക്കെ സാധാരണഗതിയിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ പ്രോഗ്രാമുകൾ ഇങ്ങനെ മാറുമ്പോൾ കമ്പ്യൂട്ടറുകളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ വരുന്നത് ആ പ്രോഗ്രാമുകൾ വായിച്ചെടുക്കാനുള്ള ചില കോഡുകൾ നേരത്തെ അതിന് കൊടുത്തതുകൊണ്ടാണ്. അത് ഓരോ പ്രോഗ്രാമും റൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം, റാം, അതിന്റെ റാൻഡം ആക്സസ് മെമ്മറിയിൽ കുറച്ച് കോഡുകൾ വേണം. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റാമിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിലേ കൂടുതൽ നമ്മൾ രണ്ടുപേരും ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി നിങ്ങളുടെ റാമിൽ ചില കാര്യങ്ങൾ നൽകുന്നത്. റാൻഡം ആക്സസ് മെമ്മറിയിൽ ചിലപ്പോൾ പിന്നീട് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ് ചില മുഖപുരകൾ. എന്തേ അക്കാര്യം ഖുർആൻ അങ്ങനെ വ്യക്തമായി തന്നെ പറഞ്ഞുകൂടായിരുന്നു? എന്താ നിങ്ങൾ എല്ലാ സൂചനകളെയും ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത്? കാര്യം വെട്ടിത്തുറന്ന് ഖുർആനോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ എന്തുകൊണ്ട് കാര്യങ്ങളെ ഒരു ശാസ്ത്ര ഗ്രന്ഥം പോലെ E = mc² എന്ന രീതിയിലൊന്നും ഖുർആൻ പറയാത്തത്. എന്തുകൊണ്ടാണ് ഖുർആൻ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നതിന് പകരം സൂചനകളിൽ ഒതുക്കുന്നത്? എന്നിട്ട് ഈ സൂചനകളിൽ നിന്നൊന്നും ലോകത്തിന് ഉപകാരപ്പെടുന്ന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ, മറ്റാരെങ്കിലും കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ വന്ന് ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണെന്ന് മാത്രം പറയുന്നല്ലോ എന്ന ചിന്തകൾ ഉണ്ടാവാതിരിക്കാനാണ് ആദ്യം ഞാൻ ഈ മുഖവുരകൾ നിങ്ങളോട് പറയുന്നത്.